നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് കുംഭമാസ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് കുംഭമാസം 1 മുതൽ 30 വരെയും ഇംഗ്ലീഷ് വർഷം 2026 ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയും ഉള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ഒരു മാസത്തെ ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. അപ്പോൾ ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് ഈ മാസത്തെ ഫലം വച്ചിട്ട് ശുക്രൻ മാർച്ച് 1 വരെ, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. അത് നിങ്ങൾക്ക് മാർച്ച് 1 വരെ അതിൻ്റെ ശുഭഫലങ്ങൾ കിട്ടുന്നതാണ്. ധനപരമായ പുരോഗതി, ആഗ്രഹ സാഫല്യം, യാത്രാഗുണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശുക്രനെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായി കാണുന്നു. പിന്നെ ഫെബ്രുവരി 23 മുതൽ ഭൂമി കാരകനായിട്ടുള്ള ചൊവ്വ, അതും നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വരുന്നു. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും കൂടിയാണ്. അപ്പോൾ ഭൂമി സംബന്ധിച്ച് ക്രയവിക്രയങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായി വരുന്നതായി കാണുന്നു. അപ്പോൾ ഈ ശുക്രനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും നിങ്ങൾക്ക് പൂർണ്ണമായ ശുഭഫലങ്ങൾ തന്നെ സിദ്ധിക്കുന്നതായി കാണുന്നു. ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയാണ്. വേഴം നിങ്ങൾക്ക് നിലവിൽ 3-ലാണ്. അത് അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ആയിട്ട് വേഴപ്രീതി ചെയ്യുന്നത് ഉചിതം. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് നിലവിൽ 7 ശനി കാലമുണ്ട്. ശനിയുമായി ബന്ധം വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതി നടത്തുന്നത് ഉത്തമമായിരിക്കും. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ധനസ്ഥാനത്ത് നിലകൊള്ളും. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നീ സ്ഥാനത്ത്. അതൊരു ശുഭ അവസ്ഥ തന്നെ നിലവിൽ ഉണ്ട്. എല്ലാവിധമായ കാര്യങ്ങളും നടക്കും, അല്ലെങ്കിൽ നടന്നു വരുന്നു എന്ന് കാണുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് ശനി അഭിഷ്ടസ്ഥാനമായ 11-ൽ സഞ്ചരിക്കുന്നു. അതും ഒരു ശുഭ അവസ്ഥ തന്നെ. ശനിയെ കൊണ്ട് നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാം. പിന്നെ മാർച്ച് 1-ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെ ശുഭമാണ്. അതിൻ്റെ കൂടെ ശുക്രൻ്റെ മാറ്റം വച്ചിട്ട് മാർച്ച് 1 മുതൽ ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥാനത്ത് പ്രവേശിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ, അത് ശുക്രൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഗ്രഹവും കൂടിയാണ്. ആയതിനാൽ സ്ത്രീകൾ കൊണ്ടുള്ള ഗുണഫലങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ ഇടവരാശിക്കാർക്ക് ശുഭഫലം തന്നെ സിദ്ധിക്കും. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ ശനി അഭിഷ്ടസ്ഥാനമായ 11-ൽ നിന്നിട്ട് ഈ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. ശനി നിൽക്കുന്ന ജലരാശിയാണ്. അപ്പോൾ ജലജന്യമായ അസുഖങ്ങൾ അത് ഇടയ്ക്കെങ്കിലും വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് ഭയക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ശനിപ്രീതി കൂടി ചെയ്തു പോകണം എന്നുള്ളതാണ്.
ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. യാത്രാഗുണം, വിദേശയാത്ര, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മംഗളകരമായ, അതായത് വിവാഹാദി കാര്യങ്ങൾ, സന്താനഭാഗ്യം, ദാനം ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം, പിന്നെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി, കുഞ്ഞുങ്ങളുടെ പുരോഗതി ഒക്കെ തന്നെ കാണുന്നു. മാർച്ച് 1 ശേഷം നിങ്ങൾക്ക് 5-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ കർമ്മസ്ഥാനത്ത് പ്രവേശിക്കുന്നു. അപ്പോൾ കർമ്മ പുരോഗതി ഒന്നുകൂടി ശുഭമായി തന്നെ ഭവിക്കാൻ സാധ്യത. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും എന്നാണ് കർമ്മസ്ഥാനത്ത് ശുക്രൻ ഉച്ചരാശിയിൽ വരുമ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്നത്. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും മിഥുനരാശിക്കാർക്ക് നിലവിൽ കണ്ടകശനിയുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ശനിപ്രീതി കൂടി നേടേണ്ടതാണ് ശനിയാഴ്ച. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് നിലവിൽ വേഴം 12-ൽ മറഞ്ഞു. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ, സന്താനങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം പോകണമെന്നാണ്. അല്ലെങ്കിൽ കടബാധ്യത വരാൻ സാധ്യത. അത് വേഴത്തെ കൊണ്ടാണ് സൂചിപ്പിച്ചത്. എന്നാൽ നിങ്ങൾക്ക് മാർച്ച് 1 മുതൽ ശുക്രൻ്റെ രാശിമാറ്റം വച്ചിട്ട് ശുക്രൻ നിങ്ങൾക്ക് കർക്കിടകക്കൂറെ സംബന്ധിച്ച് 4-ാം ഭാവാധിപനും അവിഷ്ടസ്ഥാനത്തിൻ്റെയും 11-ൻ്റെയും ചുമതലയുള്ളതായ ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശിയിൽ വരുന്നു. അപ്പോൾ അത് എല്ലാവിധമായ ഭാഗ്യങ്ങളും ആ ശുക്രൻ നൽകും എന്ന് തന്നെയാണ് കാണുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ സഫലമായി വരും. ശുക്രൻ്റെ നിലവിൽ മൗഢ്യമുണ്ട്, എന്നാൽ തന്നെയും നമുക്ക് 60% കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വേഴപ്രീതി, പിന്നെ വന്നിട്ട് നാഗരാജപ്രീതി. നിങ്ങൾക്ക് അഷ്ടമത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലവും കൂടിയാണ്. അപ്പോൾ നാഗരാജപ്രീതി കൂടി ചെയ്യുന്നത് ഉചിതമായിരിക്കും. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതം, കാല്, പൂയം, ആയില്യം. അപ്പോൾ ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ 11-ൽ വേഴം സഞ്ചരിക്കുന്നു. അത് ഒരു ശുഭ അവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. യാത്രാഗുണം, ഉദ്യോഗലബ്ധി, അങ്ങനെ വേണ്ടുന്ന എല്ലാവിധമായ കാര്യങ്ങളും, വാഹന യോഗം, പിന്നെ ഗൃഹനിർമ്മാണം, ഭൗതികമായിട്ടുള്ള എല്ലാ ശുഭകാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഈ വേഴം സൂചിപ്പിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ ചിങ്ങരാശിക്കാർക്ക് അത് ആ രാശിയിൽ കേതു നിൽക്കുന്നുണ്ട്. 7-ൽ യാത്രാസ്ഥാനം, ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം എന്നീ പറയുന്ന സ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മതിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ദൈവാനുഗ്രഹം ഉണ്ട്, വേഴത്തിൻ്റെ നിൽപ്പ് വച്ചിട്ട് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും എന്നാണ് കാണുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ ചിങ്ങരാശിക്കാർക്ക് ശനി അഷ്ടമത്തിലാണ്. അപ്പോൾ ജലജന്യമായ അസുഖങ്ങളും സൂചിപ്പിക്കുന്നു. പറഞ്ഞ് ഭയപ്പെടുന്നതല്ല. അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തിയാൽ അത് ഉചിതമായിരിക്കും. ഇനി പറയുന്നത് കന്യയാണ്. കന്യരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, ആദ്യ പകുതി. നിങ്ങൾക്ക് നിലവിൽ വേഴം കർമ്മസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായ കാര്യങ്ങൾ, വേഴം 10-ൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നാണ് കാണുന്നത്. ദോഷം വരത്തില്ല, എന്നാലും തൊഴിലിൽ കൂടുതൽ ശ്രദ്ധിക്കണം. മാർച്ച് 1 മുതൽ
ഭാഗ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് സ്ത്രീകൾ മുഖേനയും ഭാഗ്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ നേട്ടമുണ്ടാകും. വിദ്യാവിജയം. ഗവൺമെൻറ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ പോകണമെന്നാണ്. അത് ഒരു പ്രാവശ്യം നമ്മൾ ഇറങ്ങുമ്പോൾ ശരിയായെന്ന് വരത്തില്ല. അപ്പോൾ വീണ്ടും അത് കൂടുതൽ പ്രയത്നിക്കണമെന്നാണ് കാണുന്നത്. ഗവൺമെൻറ് കാര്യങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. ഈ കന്നിരാശിയെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ കണ്ടക ശനി കാലമുണ്ട്. അതുകൊണ്ട് തന്നെ ശനി പ്രീതി കൂടി ചെയ്ത് പോകണം എന്നാണ് കാണുന്നത്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വേഴത്തിൻ്റെ സ്ഥിതി 9ലാണ്. ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം എന്ന് പറയും. അപ്പോൾ അവിടെ വേഴം നിൽക്കുന്നു. പിതൃധനം ഒക്കെ കിട്ടുന്നതിന്, പിതൃസ്വത്തോ ഒക്കെ കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഫലമാകും എന്ന് കാണുന്നു. പിന്നെ യാത്രാഗുണം, പിന്നെ വിവാഹാദി കാര്യങ്ങൾ, വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹ കാര്യങ്ങൾ, സന്താനഭാഗ്യം, പിന്നെ ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വേഴത്തിൻ്റെ 9 ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് വേഴം സൂചിപ്പിക്കുന്നു. ഫെബ്രുവരി 23 ശേഷം ഈ മാസത്തെ ഫലം വച്ചിട്ട്, മറ്റ് ഗ്രഹങ്ങളുടെ ഫലം വച്ചിട്ട് സ്നേഹബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നു. അതുവഴി വിവാഹയോഗം, യാത്രാഗുണം എന്നിവ ഫലമായി കാണുന്നു. പിന്നെ ഈ തുലാം രാശിക്കാർക്ക് 5ാം ഭാവത്തിൽ ഇപ്പോൾ നിലവിൽ രാഹുവുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണങ്ങളുണ്ട്, എപ്പോഴെങ്കിലും ഒരു മനസ്സിന് ഒരു ചാഞ്ചല്യമൊക്കെ വരുന്നുവെങ്കിൽ അത് നാഗരാജ പ്രീതി കൂടി ചെയ്യണം. അപ്പോൾ ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് മാർച്ച് 1 മുതൽ ആഗ്രഹസാഫല്യം ഉണ്ടാകുന്നതായി കാണുന്നു. സ്ത്രീകൾ മുഖേനയും ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പിന്നെ ഈ മാസത്തെ ഫലം വച്ചിട്ട് സ്നേഹബന്ധത്തിലൂടെ വിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അതായത് യുവാക്കൾക്ക് സ്നേഹബന്ധത്തിലൂടെ വിവാഹത്തിനുള്ള യോഗവും കാണുന്നു. അത് പറഞ്ഞുവെങ്കിലും ബുദ്ധിമോശം ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. വിദ്യാവിജയം എന്നിവ ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ അഷ്ടമത്തിലാണ് വേഴം സഞ്ചരിക്കുന്നത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച്. അപ്പോൾ വേഴപ്രീതി കൂടി നടത്തണം. അങ്ങനെയാണെങ്കിൽ ഈ മാസം നന്നായിട്ട് തന്നെ പോകാൻ സാധിക്കും. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിവർത്തി സ്ഥാനത്തുണ്ട്, വിവാഹസ്ഥാനത്തുണ്ട്, യാത്രാസ്ഥാനം. അപ്പോൾ അങ്ങനെ വേണ്ടുന്ന അല്ല എല്ലാവിധമായ ഭൗതികമായ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഈ വേഴം സൂചിപ്പിക്കുന്നത്. വേഴത്തെ കൊണ്ട് എല്ലാവിധമായ ഗുണങ്ങളും നമുക്ക് ലഭ്യമാണ്. ഗവൺമെൻറ് കാര്യങ്ങൾ ശുഭകരമായി വരുന്നതായി കാണുന്നു. സഹോദര ഗുണം കാണുന്നു. ഫെബ്രുവരി 23 മുതൽ നിങ്ങൾക്ക് ഈ ചൊവ്വയുടെ തിഥി വച്ചിട്ട് ഭൂമി, വീട്, വാഹനം എന്നിവയ്ക്ക് യോഗം കാണുന്നു. യാത്രാഗുണം, പിന്നെ ദേവാലയ ദർശനം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനി കാലമുണ്ട്. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യപാതി. നിങ്ങൾക്ക് നിലവിൽ വേഴം 6ൽ മറഞ്ഞു. 6 എന്ന് പറയുമ്പോൾ ധനക്കാരകനായിട്ടുള്ള വേഴം ആണ് മറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടബാധ്യത വരാതെ നോക്കണം. പിന്നെ 6ലെ വേഴം പറയുന്നത്
രോഗം, ശത്രു, കടം എന്നൊക്കെയാണ് ജ്യോതിഷ ഭാഷ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കടബാധ്യത വരാതെ ശ്രദ്ധിക്കണം. ദൈവാനുഗ്രഹം അറിയുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വ്യാഴപ്രീതി നടത്തുക വ്യാഴാഴ്ച. നിലവിൽ നിങ്ങൾക്ക് ഈ മകരരാശിക്കാരെ സംബന്ധിച്ച് രാഹു 2-ൽ സഞ്ചരിക്കുന്ന കാലം അത് അത്രത്തോളം നല്ലതല്ല. എന്നാൽ ഫെബ്രുവരി 23 മുതൽ ചൊവ്വ രാഹു യോഗം 2-ൽ വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, ശുഭകരമല്ല. ലഹരി ഉപയോഗിക്കുന്ന ശീലം ഉള്ളവർക്ക് അത് അപകടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അത് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും. കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ചതിയിൽ വീഴാൻ സാധ്യത കാണുന്നു. ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് ഒരു ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടി ആണ് പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം, വേഴപ്രീതി, പിന്നെ നാഗരാജപ്രീതി, പിന്നെ വന്നിട്ട് സുബ്രഹ്മണ്യപ്രീതി, ഇത് 3 മകരരാശിക്കാർക്ക് അനിവാര്യമാണ്. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, 3/4 ഭാഗം. നിങ്ങൾക്ക് വേഴസ്ഥിതി 5-ലാണ്. എല്ലാവിധമായ ഭാഗ്യങ്ങളും നിലവിൽ ഉണ്ടാകും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. എന്നാൽ ചില മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ചില തടസ്സങ്ങൾ നേരിട്ട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, അവർക്ക് ഒരു അനുകൂല ഗ്രഹസ്ഥിതി വരുന്നു. അത് എപ്പോഴെന്ന് വെച്ചാൽ, അതായത് മാർച്ച് 1-ന് ശേഷം. നിങ്ങളുടെ 4-ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ ധനസ്ഥാനത്ത് വരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ക്രയവിക്രയങ്ങൾ ഒക്കെ തന്നെ നടക്കും. പിന്നെ വിവാഹാദി കാര്യങ്ങൾ, വാഹനഭാഗ്യം, യാത്രാഗുണം, മാതൃസ്വത്ത് ലഭിക്കാൻ ഉള്ളവർ ആ മാതൃസ്വത്ത് ലഭിക്കും. പിന്നെ ബന്ധുജന സഹായം, കൂട്ടുകാരുടെ സഹായം എന്നിവ ലഭ്യമാകുന്നു. പൊതുവെ കുംഭരാശിക്കാർക്ക് ശുഭഫലം തന്നെ ശ്രദ്ധിക്കുന്നതാണ്. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം സുഖസ്ഥാനത്താണ്. സുഖം, വാഹനം, യാത്ര എന്ന് പറയും. പിന്നെ മാതൃസ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, 4-ാം ഭാവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ 50-60% ശുഭഫലം തന്നെ ശ്രദ്ധിക്കും. ഫെബ്രുവരി 23 വരെ നിങ്ങൾക്ക് 2-ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള
ചൊവ്വ, പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത്. അത് ശുഭകരമല്ല. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. ഭയക്കേണ്ടതില്ല, എന്നാലും സൂക്ഷിക്കണം എന്നാണ്. പിന്നെയുള്ളത് മാർച്ച് 1 മുതൽ ശുഭകരമായി കാണുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ വഴി സഹകരണം കൊണ്ടുള്ള ഗുണഫലങ്ങൾ മീനരാശിക്കാർക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ശനി, അതായത് ആ രാശിയിൽ മീനരാശിയിൽ ശനിയുടെ സഞ്ചാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജന്മശനി കാലമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതി കൂടി ചെയ്തു പോയാൽ ഉത്തമമായിരിക്കും. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അത് നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും നടക്കുന്ന ദശ, അപഹാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അപ്പോൾ അത് നമുക്ക് അറിയണമെങ്കിൽ ജാതകം പരിശോധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപഹാരമാണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ പരിശോധന ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഈ മാസം ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.